കുറവിലങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഇന്നലെ വൻ ശബ്ദത്തോടെ പടക്കം പൊട്ടിയതോടെയാണ് ആനകൾ വിരണ്ടോടിയത്. പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. അതേസമയം സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് കൈമാറാൻ ജില്ലാ കളക്ടറോട് വനം മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആന പുറത്ത് ആൾക്കാർ കയറിയിരുന്നിക്ക് താല്പര്യം കത്തിക്കാൻ പോകുമ്പോൾ അതിപ്പം പൊട്ടുന്ന വെച്ച കേട്ടിട്ടാന്നുള്ള അറിയാലോ. ആരെ പെട്ടെന്ന് പടക്കം പൊട്ടിച്ചിരുന്നു അല്ലേ? ആ സമയത്ത് ഈ ആന ഓടുന്നത് കണ്ട് ഓടിയതായിരുന്നു. ചേച്ചി ഓടിയിരുന്നോ? ഓടിയത് ഓടുമ്പം വീണ്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ ഭാഗത്ത്. ഈ സാധാരണഗതിയിൽ ഈ ആന നിൽക്കുന്ന ആ സ്ഥലത്ത് തന്നെ ആയിട്ട് ആളുകളും കൂടി നിൽക്കുന്ന തന്നെയാണോ പതിവ്? എങ്ങനെയാ? സാധാരണ എല്ലാ കൊല്ലം അങ്ങനെ തന്നെ നിൽക്കുന്നതാണ്. അപ്രതീക്ഷിതമായിരുന്നു. ഈ ആന വിരണ്ടോടിയ ക്ഷേത്രത്തിൽ നിന്നും രാഹുൽ കെ വിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ നിന്ന് മുഹമ്മദ് ഷഹീദും ഒപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം രാഹുൽ കെ വിയിലേക്ക്. രാഹുൽ, വളരെ വലിയ ഒരു അപകടം ഉണ്ടാവേണ്ടിയിരുന്നു, പക്ഷേ നിരവധി പേർക്കാണ് പരിക്കേൽക്കുകയും ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇത് എന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? അതായത് ഈ പടക്കം പൊട്ടിയത് കൊണ്ടുള്ള ശബ്ദത്തിലാണ് ആന വിരണ്ടോടിയത് എന്നത്. മൂർത്തിയായി ഇന്നലെ ക്ഷേത്രത്തിൽ ഉത്സവം സമാപിക്കേണ്ട ദിവസമായിരുന്നു. 5 ദിവസങ്ങളായി ഉത്സവം നടന്നു വരികയായിരുന്നു. ഇന്നലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന്, അമ്പലങ്ങളിൽ നിന്നൊക്കെ വരവ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ മറ്റു വരവുകൾ ക്ഷേത്ര പരിസരത്ത് എത്തിയ സമയത്താണ് മുറ്റത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ ഉണ്ടായിരുന്ന 2 ആനകൾ വിരണ്ടത്. നേരെ ഈ ഭാഗത്തുള്ള ഓഫീസ് കെട്ടിടത്തിലേക്ക് കയറി ആ കെട്ടിടം തകർന്നു വീഴുകയും ചെയ്തു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പീതാംബരൻ, ഗോകുൽ എന്നീ പേരുകളുള്ള ആനകളാണ്. അവരാണ് ആദ്യം പീതാംബരൻ ഇടഞ്ഞ് ഗോകുലിനെ കുത്തുകയാണ് ഉണ്ടായത്. ആ ആനകൾ പിന്നീട് ഈ കെട്ടിടത്തിന് മുകളിലേക്ക് പോവുകയും അത് തകർന്നു വീഴുകയുമാണ് ഉണ്ടായത്. ഈ സ്ഥലത്തൊക്കെ നിരവധി ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇരുന്നും നിന്നും ഒക്കെ ഉത്സവം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ദേഹത്തേക്ക് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ പതിഞ്ഞു. ഇതിനടിയിൽ നിന്നൊക്കെയാണ് കുറെ ആളുകളെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നത് എന്നതാണ്. ദൃക്സാക്ഷികൾ പറയുന്നത് പ്രകാരം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വരവിനൊപ്പം തന്നെ പടക്കവും പൊട്ടിച്ചിരുന്നു. ആ സമയത്ത് ശബ്ദം കേട്ടാണ് ആദ്യ ആന ഇടഞ്ഞത് എന്നുള്ളതാണ്. ഇതൊക്കെ സംബന്ധിച്ച് കൂടുതൽ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. വനം മന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജില്ലാ കളക്ടറോടും സോഷ്യൽ ഫോറസ്ട്രി ചീഫ് കൺസർവേറ്ററോടും അടിയന്തര റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും രാത്രിയോടുകൂടി തന്നെ സ്ഥലത്തെത്തി പ്രാഥമികമായ പരിശോധന നടത്തിയിട്ടുണ്ട്. ആനപ്പാപ്പന്മാരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ആന ഇടഞ്ഞതോടുകൂടി കെട്ടിടം തകർന്നു. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഓടുകയാണ്. അപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് കുറേ ആളുകൾ വീണ ആളുകളുടെ ദേഹത്തോടു കൂടി തന്നെ മറ്റുള്ളവർ ഓടുകയും ഒക്കെ ചെയ്തു എന്ന് തന്നെയാണ് ദൃക്സാക്ഷികൾ പറയുന്ന വിവരം. ഏതായാലും ആ വരവ് ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചിരുന്നുവെങ്കിൽ ഉണ്ടായിരുന്നതിലും വളരെ ഇരട്ടിയിലധികം ആളുകൾ ഉണ്ടാവേണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ഈ നിൽക്കുന്ന ഈ കെട്ടിടത്തിന്റെ പുറകുഭാഗത്ത് ഏകദേശം കുറച്ച് മീറ്ററുകളൊക്കെ അപ്പുറത്തായാണ് പടക്കം പൊട്ടിച്ചത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ ഏതായാലും തന്നെ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ ഉത്സവവുമായി ബന്ധപ്പെട്ട്? മോത്തി, ഉത്സവവുമായി ബന്ധപ്പെട്ട് നാട്ടാന പരിപാലന ചട്ടം അത് ലംഘിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് വനം വകുപ്പ് ഏതായാലും അന്വേഷിക്കുന്നത്. ഇത് സംബന്ധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാനാണ് വനം മന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതെന്നതാണ്. ഒപ്പം തന്നെ ഈ പടക്കം പൊട്ടിച്ചുമായി ബന്ധപ്പെട്ട് ഏതായാലും ഉഗ്രശബ്ദത്തോടുകൂടിയുള്ള വെടിക്കെട്ടല്ല എന്നാണ് ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും പറയുന്നത്. പക്ഷേ ഈ എഴുന്നള്ളിപ്പ് ഘോഷയാത്രയ്ക്ക് വരുമ്പോൾ അതിന്റെ ഭാഗമായി പൊട്ടിച്ച പടക്കം എന്നുള്ളതാണ്. നമ്മളൊപ്പം സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ചേട്ടൻ തന്നെ ചേരും. ക്ഷേത്ര ഭാരവാഹിയാണോ നിങ്ങൾ? അല്ല, ഭാരവാഹിയല്ല. ഈ ക്ഷേത്രത്തിൽ ഇവിടെ അവകാശികളാണ്. സമയത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? അതെ. പടക്കം പൊട്ടിച്ചു എന്ന് പറയുന്നത് ഇതിന് പുറത്താണോ?
അതായത് പിന്നെ ഇവിടുത്തെ വരവുണ്ട്, ആഘോഷ വരവ്. ആ ആഘോഷ വരവ് വരുന്ന സമയത്താണ് പടക്കം പൊട്ടിക്കുന്നത്. അപ്പോൾ എഴുന്നള്ളത്തിന് മുന്നേ ആഘോഷ വരവ് എത്തേണ്ടായിരുന്നു, പക്ഷേ വൈകി. അപ്പോൾ അവർ കുറവങ്ങാട് അമ്പലത്തിൽ വെച്ചിട്ട് ദീപാരാധന നടക്കേണ്ടത് കുറവങ്ങാട് അമ്പലത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഇവിടുന്ന് എഴുന്നള്ളത്തം രണ്ടും തിടമ്പ് കയറ്റി വേട്ടയ്ക്കൊരുമകൻ്റെ തിടമ്പ് കയറ്റിയ സമയത്ത് പിന്നെ ഇങ്ങോട്ട് വന്ന് ഭഗവതിനെ തിടമ്പ് കയറ്റി വന്ന സമയത്ത് വേട്ടയ്ക്കൊരുമകൻ്റെ തിടമ്പ് കയറ്റി ആന മറ്റേ ആനേനെ ഇടിച്ച സമയത്ത് ഈ ആനയും കൂടി തിരിഞ്ഞു. അതിന് ജസ്റ്റ് ഇവിടെയൊക്കെ നിറയെ ആളാണ് ആ സമയത്തുള്ളത്. ഈ ആളുകൾ നിൽക്കുന്ന സമയത്ത് പിന്നെ ആന തിരിഞ്ഞതോടുകൂടി ഈ ബിൽഡിംഗ് ഇടിച്ചു, ബിൽഡിംഗ് മറിഞ്ഞു. ആ ബിൽഡിംഗ് പലരെയും മേലെ വീണു. അവിടെയൊക്കെ സ്ത്രീകളും ഇവിടെ പൊതുവേ ആൾ കുറവായിരുന്നു ഇന്നലെ, കാരണം വരവ് വൈകുന്നതുകൊണ്ട് വരവ് കാണാൻ പോയതാണ്. അല്ലെങ്കിൽ ഇവിടെ എന്ന് വെച്ചാൽ ഇതിലും കൂടുതൽ ആളുണ്ടാവുന്ന ഭയങ്കര ആ സമയത്ത് ഒരു പ്രധാനപ്പെട്ട സമയമാണത്. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം പിന്നെ എന്താ വെച്ചാൽ പിന്നെ ആന തിരിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽപ്പെട്ട് പിന്നെ നിറയെ ഓട്ടായി. അങ്ങനെയുള്ള സംഭവം നടത്തോടു കൂടിയാണ് എന്താ വെച്ചാൽ പിന്നെ ഇതിനുള്ളിൽ നിന്ന് ആൾക്കാരെ പുറത്തെടുക്കാനുള്ള സംവിധാനങ്ങൾ നോക്കി. അതുപോലെ ഈ വരവിന്റെ ഭാഗമായിട്ടാണ് പടക്കം പൊട്ടിച്ചല്ലേ? അങ്ങനെ ചില ദൃക്സാക്ഷികളൊക്കെ പറഞ്ഞു പടക്കത്തിന്റെ ശബ്ദം കേട്ട് ആന വരേണ്ടതാകാൻ സംശയിക്കുന്നു. വരവിന്റെ പിന്നെ പരിപാടി പൊട്ടിച്ച പടക്കമാണത്. അത് ഇവിടെ വരുന്ന സമയത്ത് അവർ നോർമലായി പൊട്ടിക്കാറുള്ളതാണ്. പക്ഷെ അത് പിന്നെ അവിടെ വെച്ച് പൊട്ടിച്ചു. ആ സമയത്ത് ഇവിടെ ആന ഉണ്ടായിരുന്നു. ആ പൊട്ടിക്കുന്ന സമയത്ത് ഇവിടെ ആന ഉണ്ടാവാറില്ല. പിന്നെ വരവ് നേരത്തെ എത്തിയായിരുന്നു. അതായത് ആനകൾ ഇവിടെ ഉണ്ടെന്ന് അറിയാതെ പൊട്ടിച്ചു പോയതായിരിക്കും. അങ്ങനെ ഉണ്ടെന്ന് അറിയാതെ പറയാൻ പറ്റില്ലല്ലോ. ഈ സമയത്ത് പോകുന്നില്ല അറിയാമല്ലോ. വരവ് നേരത്തെ വരാൻ വേണ്ടിയിട്ട് ആഘോഷ കമ്മിറ്റി അവരോട് പറയുമല്ലോ. കാരണം സമയം പറയില്ല. എന്താ ദീപാരാധനയ്ക്ക് മുന്നേ കുറവങ്ങാട് അമ്പലത്തിൽ എത്തണം എന്നുള്ളത് വരവുകാർക്കും ദേവസ്വത്തിന് എല്ലാവരും അറിയുന്നല്ലേ. അപ്പോൾ അത് അങ്ങനെ പറയാൻ പറ്റില്ല. സാധാരണ സ്ഥലങ്ങളിൽ ഈ വെടിക്കെട്ട് പടക്കമൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് പാപ്പന്മാർക്ക് നിർദ്ദേശം നൽകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അറിയില്ല അതിനെപ്പറ്റി. അത് ദേവസ്വം ബോർഡല്ലേ, അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പക്ഷെ ഈ ആനയുടെ മുകളിൽ നിന്ന് വീഴുന്ന മേൽശാന്തിയൊക്കെയാണ് വീണെന്ന് തോന്നുന്നല്ലേ? അതെ. ആ മേൽശാന്തി പ്രദീപ് നമ്പൂതിരി, പിന്നെ ഭഗവതിൻ്റെ തടമ്പേറ്റിയ പ്രദീപ് നമ്പൂതിരിയായിരുന്നു. പിന്നെ വേട്ടയ്ക്കൊരുമകൻ്റെ ഇടവല്യം. അവർ രണ്ടുപേരും പിന്നെ അതിൻ്റെ ഉള്ളിൽ ആനേൻ്റെ ഉള്ളിൽ ശരിക്കും പെട്ടുപോയി. അവർ രണ്ടുപേരും എന്തോ പിന്നെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെ അവർ. 10 വർഷം മുൻപ് ഇവിടെ തന്നെ ആന അടഞ്ഞിട്ടില്ലേ? 10 വർഷം മുന്നേ ആന ഇടഞ്ഞിട്ടില്ല. അന്ന് ആന ഓടുക ചെയ്തത്. അത് പിന്നെ പാപ്പാൻ എന്തോ ഒരു പ്രശ്നം ചെയ്തതുകൊണ്ട് ആന ഓടിയെന്നല്ലാതെ അന്നൊന്നും പറ്റിയിട്ടില്ല. ആന ഓടിയൊന്ന് പറമ്പിലേക്ക് ഓടിയെന്നല്ലാതെ വേറൊരു വിഷയം ഉണ്ടായില്ല. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അത് പറയപ്പെട്ട ഒരു സംഭവം ഉണ്ടായില്ല. ഇതാണ് എൻ്റെ കാരണം. ഞങ്ങളെ അവകാശികളാണ്. ഞാൻ ചെറുതായ മുതൽക്ക് പിന്നെ ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഇടയിൽ എൻ്റെ വയസ്സിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടില്ല. അന്ന് ഓടിയെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ആന പറമ്പിലേക്ക് ഓടിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു അപായമോ അല്ലെങ്കിൽ കുറച്ച് വാഴയൊക്കെ നശിപ്പിച്ചു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. ഇന്നലെ സമാപന ദിവസം 5 ദിവസം നീളുന്ന ഉത്സവമാണല്ലോ. ആനകളെ എപ്പോഴും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആനേനെ ഇന്നലെ കൊണ്ടുവരിക പിന്നെ ദീപാരാധനയോട് അടുപ്പിച്ചാൽ കൊണ്ടുവരിക. അത് പിന്നെ അതിന് മുന്നേ ഓരോ ചടങ്ങുകൾക്ക് വരും. അത് എഴുന്നള്ളത്തം കഴിഞ്ഞ് ആനത്തിന് തിരിച്ചു കൊണ്ടുപോകും. പിന്നെ ഇത് പിന്നെ സംഭവിക്കുന്നതിൻ്റെ ഒരു മാക്സിമം ഒരു അരമണിക്കൂർ മുന്നേ ആന കുളിപ്പിച്ചൊക്കെ പിന്നെ ആനനെ കൊണ്ടുവരുന്ന സമയത്തായിരിക്കും. ഇങ്ങോട്ടേക്ക് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത് എപ്പോഴാണ്? അതെ, അവർ സംഭവിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ആയിരിക്കും. അതല്ല ഞാൻ ഏത് ദിവസമാണ് കൊണ്ടുവന്നത്? മെനയാന്നായിരിക്കും ആന വരിക. ഉച്ചാൽ ദിവസം വരിക. അല്ല, ഈ ഇവിടെ ചടങ്ങുകളുടെ ഭാഗമായി കൊണ്ടുവരുന്നില്ലെങ്കിൽ ആനകളെ എവിടെയായിരുന്നു നിർത്തിയിരുന്നത്? ഇവിടുന്ന് കുറച്ച് ദൂരത്തുള്ള പറമ്പുകളിലാണ് നിർത്തുന്നത്. അത് പിന്നെ കുറച്ച് പോകാനുണ്ട്. കുറച്ച് ദൂരത്തുള്ള പറമ്പുകൾ സൗകര്യപ്പെട്ട, കാരണം ആളുകൾ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഏരിയകളിലാണ് നിർത്തിയിടാറുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. വരവ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായതുകൊണ്ട് ആളുകൾ കുറവായിരുന്നു അല്ലേ? അതെ. വരവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അത്രയും ആളുകളുണ്ടാവും. കാരണം ഈ 2 വരവും വന്നതോടുകൂടി വരാൻ വൈകിയതോടുകൂടി ആ വരവ് രണ്ടും കാണാൻ വേണ്ടി ആളുകൾ പുറത്തേക്ക് പോയി. റോഡ് സൈഡിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല സൗകര്യത്തിൽ കാണാമല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ പോയി. പിന്നെ ഇവിടെ നിന്നത് കുറച്ച്